ഓണം വെക്കേഷൻ കഴിഞ്ഞു, ഇന്ന് സ്കൂൾ തുറന്നു. മിക്കവാറും എല്ലാ വിഷയത്തിൻ്റെയും ആൻസർ പേപ്പർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾ ആദ്യം രണ്ട് കാര്യങ്ങളത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റിൻ്റെ ആൻസർ പേപ്പർ കിട്ടി, ഓരോ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് ഓണം എക്സാമിന് കിട്ടിയത്. വെൽക്കം ടു എജ്യൂപോഡ് ക്ലാസ് 9. ഇറ്റ്സ് മീ നാഫി. ആദ്യം ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയതെങ്കിലും അത് നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ വിജയമാണ്, അത് നിങ്ങളുടെ അധ്വാനത്തിൻ്റെ വിജയമാണ്, അത് നിങ്ങളുടെ എഫേർട്ടിൻ്റെ വിജയമാണ്. നിങ്ങൾ കഷ്ടപ്പെടുന്നതിൻ്റെയും നിങ്ങൾ അധ്വാനിച്ചതിൻ്റെയും നിങ്ങൾ പഠിച്ചതിൻ്റെയും മാർക്കാണ്. അത് 80-ൽ 30 ആണെങ്കിലും 40-ൽ 15 ആണെങ്കിലും എത്ര മാർക്കാണ് നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. പക്ഷേ നിങ്ങൾക്ക് ആ മാർക്ക് ഒന്നുകൂടി കൂട്ടാൻ പറ്റുമായിരുന്നു. നിങ്ങൾക്ക് എല്ലാ വിഷയത്തിലും A+ നേടാൻ സാധിക്കുമായിരുന്നു. എങ്ങനെ? നിങ്ങൾ എക്സാമിൻ്റെ തലേന്ന് പഠിക്കുന്നതിന് പകരം കുറച്ചുകൂടി അധിക സമയം നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ചുകൂടി അധിക സമയം നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഏറ്റവും മികച്ച മാർക്ക് നേടാൻ സാധിക്കുമായിരുന്നു. പക്ഷേ നിങ്ങൾ എക്സാമിൻ്റെ തലേന്ന് മാത്രം പഠിച്ചു, അല്ലേ? അപ്പോൾ ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട എക്സാം ക്രിസ്മസ് എക്സാം. ഒരു 100 ദിവസങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന ക്രിസ്മസ് എക്സാമാണ് ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം. ആ എക്സാം നിങ്ങൾക്ക് ഉഷാറാക്കണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് കണ്ടൻറ്റ് സെറ്റാക്കണം. ക്വസ്റ്റ്യൻ പാറ്റേൺ മാറി വരുന്നത്, അപ്പോൾ പുതിയ ക്വസ്റ്റ്യൻ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലാവണം. ഈ കാര്യങ്ങളൊക്കെ സെറ്റായാൽ മാത്രമേ നിങ്ങൾക്ക് ഏറ്റവും മികച്ച മാർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നേടാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ തയ്യാറാവുക. രണ്ടാമതായിട്ട് നിങ്ങൾ എജ്യൂപോഡിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യുക. എജ്യൂപോഡിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് ഏറ്റവും മികച്ച മാർക്ക് നേടാനാണ്. അപ്പോൾ നിങ്ങൾക്ക് എജ്യൂപോഡ് ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ nafi.ejupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക. ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞു കേട്ടോ. മക്കൾ, ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് മികച്ച മാർക്ക് കിട്ടുള്ളൂ. നിങ്ങൾ പലരുടെയും ആഗ്രഹം എന്താ, ഓണം എക്സാമിന് ഏറ്റവും മികച്ച മാർക്ക് നേടണം. പക്ഷേ നിങ്ങൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കാത്തത് കൊണ്ട് തന്നെ, എഫേർട്ട് ഇടേണ്ട സമയത്ത് എഫേർട്ട് ഇടാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മികച്ചൊരു മാർക്ക് നേടാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, ഞാൻ കുറച്ചുകൂടി അധികം സമയം പഠിച്ചിരുന്നെങ്കിൽ, കുറച്ചുകൂടി സമയം പഠിക്കാനായിട്ട് മാറ്റി വെച്ചിരുന്നെങ്കിൽ, കുറച്ചുകൂടി എഫേർട്ട് ഞാൻ ഇട്ടിരുന്നെങ്കിൽ എനിക്ക് ഏറ്റവും മികച്ച മാർക്ക് നേടാൻ പറ്റിയേനെ എന്ന ഒരു ചിന്ത നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. ആ ചിന്തയാണ് ഇനി നമുക്ക് ക്രിസ്മസ് എക്സാമിന് മുന്നോട്ടേക്ക് കുതിക്കാനുള്ള ഊർജ്ജം. പഠിക്കാൻ നിങ്ങൾ തയ്യാറാവുക. വീക്കിലി 5 days ഡെയിലി 3 hours വെച്ച് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ്. അങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഓണം എക്സാം നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞ പോലെ ഒരിക്കലും ക്രിസ്മസ് എക്സാം മാർക്ക് കുറയില്ല. ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എജ്യൂപോഡിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതിന് nafi.ejupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഒരു പേടിയും പേടിക്കേണ്ട. നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വരും. നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഉഷാറായി പഠിക്കുക, സൂപ്പറായി പഠിക്കുക. ഇത് മാത്രം നാളൊരു സ്റ്റഡി പ്ലാൻ കൂടി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാര്യങ്ങൾക്കൊന്ന് സെറ്റാക്കി തരാനായിട്ട് എജ്യൂപോഡിൻ്റെ ക്ലാസ് 9 ഒരു കിഡ്ലൻ സ്റ്റഡി പ്ലാൻ വരുന്നുണ്ട്. ആ സ്റ്റഡി പ്ലാനിലൂടെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. സ്റ്റഡി പ്ലാൻ്റെ ലൈവ് ലിങ്കും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്ത് നോട്ടിഫൈ മീ ചെയ്ത് ഓണാക്കി വെക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, നിങ്ങളുടെ ഓണം എക്സാമിന് മാർക്ക് എന്ത് തന്നെയാണ്, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കഷ്ടപ്പെട്ടതിനൊരു മാർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ മാർക്ക് കുറഞ്ഞു പോകാനുള്ള കാരണം നിങ്ങൾ ശരിക്കും കഷ്ടപ്പെടാത്തത് കൊണ്ടാണ്. അടുത്ത ക്രിസ്മസ് എക്സാമിന് ഈ ഒരു അബദ്ധം നിങ്ങൾ ഒരിക്കലും ആവർത്തിക്കരുത്. വീണ്ടും കാണാം. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും കമൻറ്റ് ചെയ്യുക. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.